പഠിക്കാനാണ് പോകുന്നതെങ്കിൽ ഫഹുവ ഫീ സബീലി ശൈത്വാൻ, ഇവൻ പിശാചിന്റെ വഴിയിലാണ് പോകുന്നത്. അല്ലാത്തതൊക്കെ അല്ലാഹുവിന്റെ വഴിയിലുള്ള പോക്കാണ്. ഉമ്മാനെ വാപ്പാനെ നോക്കാൻ വേണ്ടി പോവാ, യുദ്ധത്തിന് പോലെയാണ്. മക്കൾക്ക് ചെലവിന് വേണ്ടി പോവാ, മോള് കെട്ടിക്കാനായി എന്തെങ്കിലും ഉണ്ടാക്കണ്ടേ എന്ന് വിചാരിച്ചു പോകുന്ന പോക്കാണ് ഉമ്മാന്റെ മാനമാണ് പോകുന്നത്. ഇങ്ങനെ ആലോചിച്ചാൽ നമ്മൾ ഒരു യുദ്ധത്തിന് പോയിട്ടില്ലെങ്കിലും സ്വന്തം പുരയിൽ കഴിഞ്ഞു കൂടിയതോ, നാട്ടിൽ ജോലി ചെയ്ത് ജീവിച്ചതോ, ബിസിനസ് ചെയ്തതോ, ഗൾഫിൽ പോയതോ, കച്ചവടം ചെയ്തതോ എല്ലാം ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ വഴിയിലാണല്ലോ. എപ്പുറം എന്താ വേണ്ടത്? വഅന്നഹു ഹുവ അദ്ഹക വഅബ്കാ. നിങ്ങൾ അല്ലാഹുവിന്റെ വഴിയിലായി ജീവിക്കുമ്പോൾ, അല്ലാഹു ഇഷ്ടപ്പെട്ടതുപോലെ ജീവിക്കുമ്പോൾ, നിങ്ങളുടെ കുടുംബം ഒന്നാകെ സ്വർഗ്ഗത്തിലേക്ക് പോകണമെന്ന കൊതിയോടുകൂടെ ജീവിച്ചാൽ ആ ജീവിതത്തിലൂടെ അല്ലാഹു നിങ്ങളുടെ വീടുകളിൽ സന്തോഷം തരും. അല്ലാഹു നിങ്ങൾക്ക് ചിരി തരും. അദ്ഹക, അല്ലാഹു ആണല്ലോ ചിരിപ്പിക്കുന്നത്. വഅബ്കാ, മറിച്ചാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ നിങ്ങളെ കരയിപ്പിക്കുന്നതും അല്ലാഹുവാണ്. ചിരിയും കരച്ചിലും അല്ലാഹു ചെയ്യുന്നതാണ്. എന്തൊരു അത്ഭുതമായ സൂറത്തുൽ നജ്മിലെ വഅന്നഹു ഹുവ അദ്ഹക വഅബ്കാ, അല്ലാഹുവാണ് ചിരിപ്പിക്കുന്നത്, അല്ലാഹുവാണ് കരയിപ്പിക്കുന്നത്. മനുഷ്യന്റെ മനസ്സിലേക്ക് സന്തോഷം തരുന്നത് അല്ലാഹുവാണ്. നിന്റെ വാഹനമല്ല, നിന്റെ ജോലിയല്ല, നിന്റെ ശമ്പളമല്ല, നിന്റെ ബിസിനസ് അല്ല, ഒന്നുമല്ല. അല്ലാഹുവാണ് സന്തോഷം തരുന്നത്. കരയിപ്പിക്കുന്നതും അല്ലാഹുവിന്റെ തീരുമാനം തന്നെ, സന്തോഷിപ്പിക്കുന്നതും അല്ലാഹുവിന്റെ തീരുമാനമാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സന്തോഷവും അല്ലാഹുവിന്റെ റഹ്മത്തും സക്കീനത്തും വീടുകളുടെ ഉള്ളിലുണ്ടായാൽ എന്തൊക്കെ വേണമെന്ന് പഠിപ്പിച്ചിട്ടുണ്ടെന്നറിയുമോ? എന്തൊക്കെ വേണമെന്ന് പറഞ്ഞത്? വീടിന്റെ ഉള്ളിൽ എന്ത് വേണം? ഒന്ന്, ആ വീട് അല്ലാഹുവിനെ ഇഷ്ടപ്പെടുന്ന ആളുകളുടെ കൂട്ടായ്മയാകട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഅമുർ അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹാ ലാ നസ്അലുക റിസ്ഖൻ നഹ്നു നർസുഖുക. അല്ലാഹു അക്ബർ. വഅമുർ അഹ്ലക ബിസ്സലാത്തി, നബിയേ അങ്ങയുടെ വീട്ടുകാരോട് പറയണം നബിയേ, ബിസ്സലാത്ത്, നിസ്കരിക്കാൻ പറയണം നബിയേ. നിസ്കരിക്കാത്ത വാപ്പുള്ള വീട്ടിൽ അല്ലാഹുവിന്റെ റഹ്മത്തില്ല, നിസ്കരിക്കാത്ത ഉമ്മയുള്ള വീട്ടിൽ അവിടെ റഹ്മത്തില്ല. ജ്യേഷ്ഠൻ നിസ്കരിക്കാത്തവനാണ്, അനിയൻ നിസ്കരിക്കാത്തവനാണ്, പ്രായപൂർത്തിയായിട്ട് നിസ്കരിച്ചില്ലെങ്കിൽ കുറ്റകരമല്ലേ? നിസ്കരിക്കാൻ പറയണം നബിയേ. വസ്തബിർ അലൈഹാ, ഒന്ന് ക്ഷമയോടുകൂടെ നിലനിൽക്കാനും പറയണം. എളുപ്പമല്ല. രാവിലെ എഴുന്നേൽക്കുന്നതിന് പ്രത്യേകിച്ച് ഡിസംബർ തണുപ്പല്ലേ, ഒരു പ്രയാസമൊക്കെ രാവിലെ എഴുന്നേൽക്കാൻ. വസ്തബിർ അലൈഹാ, ക്ഷമയോടുകൂടെ നിലനിൽക്കണം പറഞ്ഞു കൊടുക്കൂ നബിയേ. അല്ലാഹു അറിയോ? ലാ നസ്അലുക റിസ്ഖൻ, എനിക്ക് ഭക്ഷണം തരണമെന്ന മനുഷ്യ നിന്നോട് ഞാൻ ചോദിച്ചില്ലല്ലോ. അല്ലാഹു പറയും, എനിക്ക് നീ ഭക്ഷണം തരണ്ട. നഹ്നു നർസുഖുക, നിനക്ക് വേണ്ട റിസ്ഖ് ഞാൻ എത്തിച്ചു തരാം, നിനക്ക് വേണ്ട ഭക്ഷണം ഞാൻ എത്തിച്ചു തരാം, നിനക്ക് ആവശ്യമായത് ഞാൻ നിർവഹിച്ചു തരാം. നീ എന്താ ചെയ്യണമെന്നറിയോ? 5 നേരത്തെ നിസ്കാരക്കാലത്ത് ആരൊക്കെ? നിങ്ങളും വീട്ടുകാരും. വീട്ടുകാരോട് പറയണം. അപ്പസ്കരിക്കാൻ പള്ളിയിൽ ഓൺ ടൈം മക്കൾ നിസ്കരിക്കാൻ. ഇതല്ല ജന്നത്ത്, അൽ ജന്നത്തു ഫീ ബുയൂതിനാ, നമ്മുടെ വീടുകളിൽ ഒരു സ്വർഗ്ഗം ഉണ്ടാക്കണമെങ്കിൽ ആ വീട്ടുകാർ നിസ്കരിക്കുന്നവരാകണം. ഉമർ അഹ്ലക ബിസ്സലാത്തി വസ്ബിർ അലൈഹാ ലാ നസ്അലുക റിസ്ഖൻ നഹ്നു നർസുഖുക. എത്രത്തോളം അലിമീങ്ങൾ പറയുന്നത്, ഒരു ഭാര്യയും ഭർത്താവും ജീവിക്കുന്ന സമയത്ത് മാനസികമായ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ, മനസ്സിന് സന്തോഷം കിട്ടിയില്ലെങ്കിൽ, അങ്ങനെ ഉണ്ടാവില്ല. നേരത്തെ പറഞ്ഞ അള്ളാന്റെ ദൃഷ്ടാന്തമാണ് എന്ത്? മനസ്സിൽ മെസ്സേജ് ഉണ്ടാവുക. ഇന്നലെ ഞാൻ വന്നത് ഒരു സുഹൃത്ത് വിളിച്ചു. അവിടെ അദ്ദേഹത്തിന്റെ പ്രശ്നം പറഞ്ഞത്, കല്യാണം കഴിഞ്ഞിട്ട് 3 കൊല്ലമായി, എനിക്ക് എന്റെ ഭാര്യയോട് ഒരു സ്നേഹം തോന്നുന്നില്ല, എന്താ ചെയ്യാ? അവൾക്ക് എനിക്കോടില്ലാതെ എനിക്ക് തോന്നുന്നത് വല്ല പരിഹാരം.
ഒരു സ്നേഹം എന്ന് പറഞ്ഞാൽ ഞാൻ ഗൾഫിലേക്ക് പോകുന്നിട്ടുണ്ട്, എനിക്കൊരു സങ്കടം തോന്നിയിട്ടുള്ള ഞാൻ പിരിഞ്ഞ് അവർക്കും സങ്കടം തോന്നിയിട്ടില്ല. ഇതുവരെ മനസ്സ് തമ്മിലുള്ള മാനസികമായ ഇടപെടൽ വന്നിട്ടില്ല. അപ്പൊ ഞാൻ ചോദിച്ചു മുമ്പ് പ്രേമുണ്ടായിരുന്നു, അതുണ്ടായില്ല എന്ന് പറഞ്ഞു. ഏതൊരു പെൺകുട്ടിനെ കല്യാണം കഴിക്കണമെന്നൊക്കെ വിചാരിച്ചു നടത്തുന്നു. പിന്നെ വീട്ടുകാർ പറഞ്ഞു വേണ്ട, ഉമ്മയും പാപ്പയും പറഞ്ഞു ഞാൻ കേട്ടിട്ട് വേണ്ട. അങ്ങനെ നമ്മളെ കല്യാണം കഴിച്ചിട്ട് നിങ്ങൾക്ക് അറിയില്ല, ഈ നാട്ടുകാരാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, കുറെ ആരുമല്ല. ഞാൻ ചോദിച്ചു, കുത്തിയൊക്കെണ്ടായ സമയത്തിൽ പ്രേമ കച്ചവടമൊക്കെ തുടങ്ങിയത് അതിലൊരു ചെറിയ ശിക്ഷ അല്ലാഹു തന്നതാണ്. കുറച്ച് വഴി പോയില്ലേ, അല്ലാഹു വേറാർക്കും കൊടുത്തില്ലേ. അപ്പൊ കുറച്ച് ആ സ്നേഹം കൊടുക്കേണ്ടത് നിക്കാഹിന്റെ ഭാര്യക്ക്. അത് നീ സ്കൂളിൽ കൊണ്ടുപോകുന്നില്ലേ, കോളേജ് കൊടുത്തു പോകുന്നില്ലേ? ഇതിനല്ലാഹു പിടിച്ചു സമയമായിട്ടില്ല, കുറച്ച് കൊടുത്ത് ഒഴിവാക്കിയില്ലേ? ആ സമയം ആ പീരീഡ് തുല്യമായ കാലം കഴിയട്ടെ, എന്നിട്ട് തരാം. അപ്പോഴേക്ക് ആസ്വദിക്കാൻ ഭയങ്കര അത്ഭുതമാണ്. അതുകൊണ്ട് കല്യാണത്തിന് മുമ്പ് വ്യഭിചരിച്ച ആണിനും പെണ്ണിനും കുടുംബജീവിതത്തിൽ സന്തോഷം പറയാം. എന്തായാലും ഓരോ ഭർത്താവിനോട് കഥ പറഞ്ഞിട്ടുണ്ടോ, എന്റെ ഭർത്താവ് എന്നുള്ള മനുഷ്യൻ ഞാൻ ഇയാളെ വഞ്ചിച്ചിട്ടുണ്ടല്ലോ, അവൾക്ക് എന്റെ ഭാര്യ നല്ല ഭാര്യയാണ്, പക്ഷെ ഞാൻ ഇവിടെ വഞ്ചിച്ചിട്ടുണ്ടല്ലോ എന്ന് അവനും ഈ ചിന്ത മരണം ശിക്ഷയാണ്. സമാധാനം പിന്നെ അല്ലാഹു സമാധാനം തരട്ടെ, പശ്ചാത്തലം അല്ലാഹു തആല സൗഭാഗ്യം തരട്ടെ. രണ്ടുപേരും ഒരുമിച്ച് നിസ്കരിക്കണം, ഒരുമിച്ച് നിസ്കരിക്കാൻ രണ്ടുപേരും ഒരുമിച്ച് നിസ്കരിക്കാൻ. മാനസികമായി അകൽച്ചയുള്ള ആളുകൾ, കുടുംബത്തിൽ കശകശമുള്ള ആളുകൾ, ഭാര്യ ഇങ്ങനെ നടക്കുന്ന ഭാര്യ ഉണ്ടാവില്ല. നമുക്ക് ഉദാഹരണം ഉണ്ടാവും. ചില എന്റെ കേസ് പണ്ടത്തന്നെയാണല്ലോ, നിങ്ങൾക്കുള്ള മരുന്ന് എന്ത് ചെയ്യാ? ജീവിത ദിവസങ്ങളിൽ ഒരു നേരമെങ്കിലും നിങ്ങളും ഭാര്യയും ഒരുമിച്ച് 2 റക്അത്തെങ്കിലും സുന്നത്ത് നിസ്കരിക്കണം. വീട്ടിലൊന്നല്ലോ, നിങ്ങളും അവളും ഒരുമിച്ച് നിസ്കരിക്കണം ഒരേ സമയം. രണ്ടുപേരുടെയും മനസ്സ് അല്ലാഹുവിലേക്ക് അങ്ങനത്തെ ഒരു നേരം വേണം. നിങ്ങൾ നിസ്കരിക്കണം, ചിലപ്പോ വീട്ടിൽ സുന്നത്ത് നിസ്കാരം വീട്ടിൽ നിസ്കരിക്കണം, സുന്നത്ത് നിസ്കാരം നിസ്കരിക്കണം. പക്ഷെ നിങ്ങൾ അങ്ങനല്ല, അതൊക്കെ പൂട്ടി വെച്ചിട്ട് നിങ്ങളും ഭാര്യയും ഒരുമിച്ച് അല്ലാഹുവിന് വേണ്ടി നിസ്കരിക്കാൻ സമയം കണ്ടെത്തണം. മുസല്ലിയിൽ ആദ്യമായിട്ട് നിസ്കരിക്കുക. കല്യാണം കഴിക്കുന്ന സമയത്ത് അലി റളിയല്ലാഹു തആല അൻഹു കല്യാണം പഠിപ്പിച്ചു കൊടുത്തത് അങ്ങനെയല്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കല്യാണം കഴിഞ്ഞ കല്യാണം കഴിക്കുന്നതിന്റെ വലിയ രസമാണ്. അലിയുടെയും മഹാനായ അഷ്റഫുൽ ഖൽഖിന്റെ പൊന്നുമോൻ ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെയും അലി റളിയല്ലാഹു അൻഹുവിന്റെയും കല്യാണം കഴിക്കുന്ന ഒരു ദിവസം അലി റളിയല്ലാഹു അൻഹു കല്യാണത്തിന് കാണാൻ വന്നത് വേറൊരു അത്ഭുതമാണ്. ഞാൻ ഈ വിഷയത്തിലേക്ക് കൂടി പറയാൻ മറന്നുപോയാലോ എന്ന് വിചാരിച്ചിട്ട് നിബിധങ്ങളുടെ മുമ്പിലേക്ക് അലി റളിയല്ലാഹു അൻഹു വന്നിരിക്കുകയാണ്. നിബിധങ്ങൾ ചോദിച്ചു, എന്തിനാണ് ഞങ്ങളിപ്പോൾ ഈ നേരത്ത് വന്നത്? വന്നത് എന്തിനാണെന്നറിയാമോ? നബിയെ, നിങ്ങളുടെ മോളെ നിങ്ങൾ കല്യാണം കഴിച്ചു വരുമോ എന്ന് ഡയറക്റ്റ് ചോദിക്കാൻ വന്നതാണ്. അതിന് കുഴപ്പമില്ല, ബ്രോക്കറാണ് പറയുന്നത്. 100 കാറും ആ ബിൽഡിങ്ങും ഇത്ര സെന്റ് അവിടെ കാഞ്ഞങ്ങാട് ടൗണിൽ 10 സെന്റ് പിന്നെ കുറച്ച് ഉള്ളോട്ട് ഇതൊക്കെ ഉണ്ടാക്കുന്നത് ബ്രോക്കറാണ്. ഒരു ബ്രോക്കർമാരെ ഈ കൂട്ടത്തിലുണ്ടെങ്കിൽ അള്ളാനെ പേടിച്ചോളൂ. നിങ്ങൾ ഉണ്ടാക്കുന്ന കായ് ഹറാമിന്റെ കായ് ഈ പോക്കിലാണ്. ചെറുപ്പക്കാരെ കല്യാണം കഴിക്കാൻ വേണ്ടി വന്നിരിക്കുക, അവരുടെ ലക്ഷ്യം എനിക്ക് അല്ലാഹുവിലേക്ക് സഹായിക്കുന്ന ഒരു പെണ്ണ് മതി. ഇത്രയും ആഗ്രഹിച്ചിട്ടുള്ളൂ. ഓളെ പൈസ എനിക്ക് വേണ്ട, വാങ്ങാനുള്ള പൈസ എനിക്ക് വേണ്ട, ഇങ്ങനെ എനിക്ക് ഓളെ പൈസ വയ്ക്കാൻ പറ്റും. ഞാൻ നിക്കാണിക്കാണ് ഞാൻ മഹ്റൂമാക്കേണ്ടത്. പിന്നെ ഞാൻ ഇങ്ങനെ സിദ്ധിനം ചോദിക്കാൻ അപ്പൊ പറഞ്ഞുതരാം. ഹലാൽ ഹറാം മസാല ഈ സദസ്സിലേക്ക് പോകുമ്പോൾ മസാല മനസ്സിലാവട്ടെ. ഇനി ഒരു മൂലയോട് ചോദിക്കരുത്. ഒരു മനുഷ്യന്റെ സമ്പത്ത് അയാൾ ഇഷ്ടപ്പെടുന്നതല്ലേ ഹലാലാണെന്നോ? അല്ലേ? ഒരാളുടെ പൈസ ബഷീർ പോകരുത്, പൈസ പൊരുത്തുണ്ടെങ്കിൽ എനിക്കത് ഹലാലാവുള്ളൂ.
ഞാൻ അതിന്റെ ബക്കറ്റ് കടാൻ അല്ല ബക്കറ്റ് ഇല്ല അല്ല വേണം അങ്ങനെ ബക്കറ്റ് ഞാൻ എന്റെ പോക്കറ്റിൽ കൊടുക്കേണ്ട ആള് വേറെ ആളെ എടുത്തു കൊടുത്തു. ഇത് ഞാൻ ചെയ്യുന്ന ജായിസാണോ അല്ലയോ? യെസ് ഓർ നോ? നോ പറഞ്ഞേട്ടെ. നോ യെസ് എന്ന് പറഞ്ഞിട്ടുണ്ടോ? അത്രയും മാനങ്ങളൊക്കെ യെസ് എന്ന് പറയുന്നത് അത് പറ്റൂല. എന്തെന്നറിയോ? പിന്നെന്തെന്നറിയോ? ഇത് അതുകൊണ്ട് ഞാൻ പറഞ്ഞുതരാം. എന്താണെന്നറിയോ? നിങ്ങൾ കല്യാണം കഴിക്കാൻ വേണ്ടി ചെന്നു, നിങ്ങൾ ഡിമാൻഡ് ചെയ്ത് വേണം, എത്ര വേണം, അത് നീ ചെയ്തു തന്നെ തെറ്റാണ്. അതിന് മുമ്പിൽ നാൾ അമ്മാവന്മാരും ഇങ്ങനെയാണ് നിങ്ങൾ അമ്മാവുമായിട്ട് നടക്കും വേണ്ട. ആകെ സ്ത്രീധനം പറയില്ല അമ്മാവന്മാരോട് ജീവിതത്തിൽ. ഈ ചോദിച്ചത് എങ്ങനെ ചോദിക്കാൻ പറ്റും? നിങ്ങൾ കൊടുക്കേണ്ടത് കൊടുക്കാതെ നിങ്ങൾക്ക് ഒരു അവകാശമില്ലാതെ ചോദിച്ചു വാങ്ങുന്നതും അല്ലാഹുവിന് ഇഷ്ടമല്ല. ആര് പറഞ്ഞു? മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതിൽ ഹലാലാണെന്ന് ഓർക്കുന്നുണ്ടോ? ഞാൻ പറഞ്ഞുതരാം. അത് വേണം പറഞ്ഞു അപ്പൊ പറയില്ല, അവസാനം പറഞ്ഞുതരാം ഏതാണ് ഹലാല. ഇനി നോക്കുക, ചോദിച്ചു ഇത്ര വേണം, ഹറാമാണ്. ചോദിച്ചതിനെ കൊടുക്കാൻ പറ്റും. എത്ര പോയി വേറെ തിരഞ്ഞെടുക്കണ്ടേ? ഇക്കൊണ്ടേ ചോദിച്ചു പലതോ. പിന്നെ സ്വർണം വേണം, അത് വേണം, ആറ് വേണം, സ്ഥലം വേണം, വീട് വേണം, ഇതൊക്കെ കൊടുക്കും. ഇങ്ങനെയുണ്ട് ഒരു കല്യാണം. ഇങ്ങനെയുണ്ട് ഒരു കല്യാണം ശരിയാക്കി ആരുണ്ടാക്കിയ കല്യാണമാണിത്. ആ പെണ്ണിന് ഡിമാൻഡ് ചെയ്യാൻ പറ്റും. മഹർ എത്ര വേണം? ആ മഹർ കൊടുത്തിട്ട് കൈപിടിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ പറഞ്ഞ ശറഅ്. ചെറുപ്പക്കാരൻ പൈസ നിറച്ചു തന്ന് ഞാൻ കൊണ്ടുപോയിക്കോളാം. ഇത് കാണാനെ പറ്റി പറയാൻ പറ്റും. ഈ ആണാണ്, നീ ആണാണോ? ഇത് നിങ്ങൾക്ക് അനുവദിക്കപ്പെട്ടിട്ടില്ല. ഈ ചോദിച്ചത് ഹറാം. ഇനി ചോദിച്ചില്ല എന്താ പറഞ്ഞറിയോ? പിന്നെ നമുക്ക് ഡിമാൻഡ് ഒന്നുമില്ല. നമുക്ക് ഒരു ഡിമാൻഡ് ഇല്ല. കുട്ടി നന്നായാൽ മതി, അത്രേ ഉള്ളൂ. അത് നമുക്ക് വിഷയമല്ല. 5 കല്യാണം പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ആവശ്യമില്ല. എന്താ പൊട്ടന്മാരാണ്. അപ്പൊ എന്താ പറഞ്ഞ അത്രയൊക്കെ തന്നെ അതിനെ അടുത്തും ബാക്കിയൊക്കെ നമുക്ക് വേണം അല്ലേ? അതല്ലേ പറഞ്ഞത്? ഇത് നീ ചെയ്ത് തെറ്റാ. ചോദിക്കാൻ അവകാശം. പെണ്ണിന്റെ അമ്മ വാപ്പയോട് നീ കടം വാങ്ങി കടന്തിനാണ് കടം തിരിച്ചു. വെറുതെ ചോദിക്കേ എന്തിനെ നീ കാണുന്നില്ല? നീ മഹർ പൈസ തന്നെ കുറച്ചെടുത്തിട്ട് മഹറിനെ കൊണ്ടുപോവാ. എന്റെ കല്യാണം സമയമാവോ? ഒന്നും ചോദിക്കാതെ വന്ന പക്ഷേ നാട്ടിലെ ഒരു നടന്നുണ്ട്. വാപ്പയുടെ കയ്യിൽ 5 പൈസ ഇല്ലാതെ ഒന്നിരിക്കുകയാണ്. പിടിക്കപ്പെട്ടിട്ടോ അല്ലാതെ നാട്ടിലെത്തിയ ഒരു വാപ്പ കാരണം പറയാം. യുഎഇയിലുണ്ടായിരുന്ന ബിസിനസ് ഒക്കെ തകർന്നു വന്നൊരു കയ്യിൽ വീടല്ലാതെ മറ്റൊന്നുമില്ല. ആരോടോടും ഇല്ലായ്മകളോ വല്ലായ്മകളോ പറയാതെ അഭിമാനത്തോടുകൂടെ നടത്തുന്ന ഒരു വാപ്പയുടെ മോളെ കല്യാണം കഴിക്കാൻ പോകുന്ന ചെറുപ്പക്കാരൻ അറിയാം ബിസിനസ് ഒക്കെ പൊളിഞ്ഞു വന്ന മനുഷ്യനാണ്. പക്ഷേ എന്റെ മോളെ കല്യാണം കഴിച്ചിറക്കുമ്പോൾ മിനിമം ഒരു 50 പവനെങ്കിലും കൊടുക്കണ്ടേ? നാട്ടുകാർ പറയൂലേ? പെണ്ണുങ്ങൾ ചോദിക്കില്ലേ എത്ര മോളെ പണ്ടാ? പൊന്നു പെണ്ണുങ്ങളെ ചോദിക്കാൻ ഹറാമിലേക്കുള്ള വഴി തുറന്നു കൊടുക്കല്ലേ? ആ പെണ്ണിന്റെ കൊടുക്കുന്നതോ കൊടുക്കാത്തതോ നിങ്ങൾക്ക് ഛേദം വഴി. അങ്ങനെ നാട്ടുകാരുടെ സമ്മർദ്ദത്തിന് വഴി അല്ലെങ്കിൽ നാട്ടിലെ മാമൂലുകൾക്ക് വഴങ്ങിയിട്ട് ഇല്ലാത്ത വിഷമത്തിന്റെ ഇടയിൽ കടവും കള്ളിയും വാങ്ങിയിട്ട് വീട് പിടിച്ചിട്ട് സ്ഥലം ഒഴിവാക്കിയിട്ട് നമുക്ക് വാടകപ്പുരയിൽ പോയി താമസിക്കാൻ പെങ്ങളെന്ന അഭിമാനത്തോടെ ഇറങ്ങട്ടെ എന്ന് വിചാരിച്ച് കട്ടപ്പെട്ട് നിർബന്ധിത സാഹചര്യത്തിൽ ഒരു വാപ്പ കൊടുക്കുന്ന സ്വത്തും നിങ്ങൾക്ക് ഹലാലല്ല സഹോദരാ, നിങ്ങൾക്ക് ഹലാലല്ല. മനസ്സിന്റെ സന്തോഷമില്ലാതെ കൊടുക്കുന്നത് ഇങ്ങനെ നിങ്ങൾക്ക് ഹലാലാകും. നിങ്ങൾ ഇരിക്കുന്ന വീട് ആ
ചെയ്തത് അല്ല, മാമൂലുകൾക്ക് വഴങ്ങിയിട്ട് നാട്ടു നടപ്പുകൾക്ക് വഴങ്ങിയിട്ട് ചെയ്ത പണിയാണ്. അതുകൊണ്ട് അങ്ങനെ ചെയ്തതാണെങ്കിൽ ആ വാപ്പാക്ക് തിരിച്ചു കൊടുത്തേക്കണം. വാപ്പയോട് പറയണം, വാപ്പായി നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾക്ക് കൊടുക്കാൻ കഴിയില്ലല്ലോ, ഇത്രയൊന്നും വേണ്ട, വാപ്പാക്ക് കഴിയുന്നത് മതിയില്ലെങ്കിൽ എനിക്ക് പൊരുത്തം, ഞാൻ മേടിച്ചു കൊടുത്തേക്കാം. ഇത് പറയേണ്ട ചെറുപ്പക്കാരൻ പിന്നെ പറയാൻ 100 പറഞ്ഞിട്ട് 98 2 പറഞ്ഞുണ്ടല്ലോ. മുസ്ലിമാണോ നിങ്ങൾക്ക്? മുസ്ലിമാണോ? അല്ലാഹു പറഞ്ഞ നിക്കാഹാണോ നിങ്ങൾ ചെയ്യുന്നതല്ല, കച്ചവടമാണോ ഈ ചെയ്യുന്നത്? പെണ്ണിന് കച്ചവടം ചെയ്യുന്നതാണോ ഈ ചെയ്യുന്നതല്ല, നിക്കാഹാണോ? ഞാൻ ചോദിക്കുകയാണ്. ഈ അവസ്ഥകളിലുള്ള കൊടുക്കലും വാങ്ങലും ഹറാമ് തന്നെ. ഇത് ഹറാമല്ലാത്ത അവസ്ഥയിൽ ഒന്നുമില്ല. ഇനി വരുന്ന ഒരു ഹലാലായ പെണ്ണിന്റെ മുതലാളിയാണ്, ഇഷ്ടം പോലെ പൈസ ഉള്ള ആളാണ്, പള്ളിക്കും മദ്രസക്കും ദീനിനും ഇഷ്ടം പോലെ വാരി വാരിക്കുന്ന ആളാണ്, അയാളുടെ കയ്യിൽ ഇഷ്ടം പോലെ പൈസയും ഉണ്ട്. ആ ആൾക്കൊരു ആഗ്രഹം തോന്നി, എന്റെ പെണ്ണിനെ കല്യാണം കഴിക്കുന്ന ചെറുക്കനെ ഞാൻ സമ്മാനമായിട്ട് കൊടുക്കട്ടെ. ആരും നിർബന്ധിച്ചിട്ടല്ല, ചോദിച്ചിട്ടല്ല, ഇഷ്ടംപോലെ നാട്ടിൽ തന്നെ കൊടുക്കുന്ന ആളാണ്. എന്റെ പുതിയ ഇറങ്ങിട്ട് ഒരു വാഹനം ഞാൻ മേടിച്ചു കൊടുക്കാം, അതാണ് ഹലാലാവില്ല. അപ്പൊ പറഞ്ഞു ഇത് ഇയാളെന്ന് പറഞ്ഞു കൊടുത്താൽ ഇത് മോനെടുത്തോ അതിനെന്താ നിന്നൂല അടുത്തിട്ടെന്ന് പറഞ്ഞേക്കാം. ഞാൻ കുഴപ്പമുണ്ടായിട്ട് തിരിച്ചാൽ കേട്ടോ, ഇതാണ് കുഴപ്പമുണ്ടായാലും തിരിച്ചു തരണോ? ഇതെന്ത് ദാനമാണ്, എന്ത് കച്ചവടം ഇതാക്കി നടക്കുന്നത്? ഇത് കല്യാണമല്ലാതെ ഞാൻ ഉറപ്പിച്ചു പറഞ്ഞു, ഇത് വേറെന്തോ ഒരു ഏർപ്പാടാണ്. സാമ്പത്തികമായ ഏതെങ്കിലും ഒരു വാർപ്പാന്റെ മരുമകന്റെ സന്തോഷത്തോടുകൂടെ ദാനമായി സ്വതയായ കടമായോ കൊടുക്കുന്ന സ്ത്രീധനങ്ങൾ അത് നിങ്ങൾക്ക് ഹലാലാണ് എന്ന് ചോദിച്ചതല്ല. അയാൾക്ക് കൂലി കിട്ടാൻ വേണ്ടി, അല്ലാഹു കൂലി കിട്ടാൻ വേണ്ടിയിട്ട് അയാൾക്ക് കൊടുക്കുകയാണ്. അത് നിങ്ങൾക്കാണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഹലാലാണ്. പെണ്ണിന് കൊടുക്കുന്ന സ്വർണ്ണം പുതിയാപ്ലക്കാണോ? പെണ്ണിന് കൊടുക്കുന്ന സ്വർണ്ണം പെണ്ണിനുള്ളതാണ്. പുതിയാപ്ലക്ക് എപ്പോഴാവോന്നറിയോ? പെണ്ണ് പറയണം, എന്റെ സ്വർണ്ണം നിങ്ങൾ എടുത്തോളൂ. പെണ്ണുങ്ങളെ നിങ്ങൾ അങ്ങനെ വന്ന് കൊടുത്തു കഴിഞ്ഞിട്ട് നടക്കുവാണ്. ഇന്നത്തെ വേള് കഴിഞ്ഞു പോയത് കുടുംബം കലക്കൽ, നാളെ കുറച്ച് ബാക്കി കൂടെ പറയാനുണ്ട്. നിങ്ങൾ ഭർത്താവിനെ സഹായിക്കേണ്ട ആളുകളാണ്, കുടുങ്ങിക്കഴിഞ്ഞു. എന്റെ സ്വർണ്ണം എടുത്തോളൂ, നമ്മുടെ കുടുംബമല്ലേ, നമ്മളൊരു ജീവിതമല്ലേ, ഞാൻ ഞങ്ങളുടെ കൂടെയല്ലേ, നമ്മുടെ പ്രശ്നം തീർന്നോട്ടെ എന്ന് പറയുന്ന ആളാണ് പെണ്ണ്. പക്ഷേ പെണ്ണിന്റെ അവകാശമാണ് അവരുടെ സ്വത്ത്. അതിന്റെ സക്കാത്ത് കൊടുക്കേണ്ടത് പെണ്ണാണ്, അല്ലെങ്കിൽ പെണ്ണിന്റെ വാപ്പയാണ്. ഭർത്താവ് സക്കാത്തിന്റെ വിഷയം ഓർമ്മപ്പെടുത്തണം. കാരണം സ്വത്ത് കിടക്കുന്നത് ഭർത്താവിന്റെ വീട്ടിലാണ്, ഭർത്താവിന്റെ ജീവിതത്തിലെ പെണ്ണിന്റെ അടുത്താണ്. ഇത് നിനക്കുള്ളതാണെന്ന് പറഞ്ഞാൽ അത് ഭർത്താവിനാൽ വിധിക്കപ്പെട്ടു. എന്നല്ലാതെ ഒറ്റടിച്ചത് ഹലാലാണ് ഹറാമാണെന്ന് പറയാൻ ഈ പറഞ്ഞത് ഹലാലും ഹറാമും മനസ്സിലായില്ലേ? ഞാൻ ഈ പറഞ്ഞത് ഏതാണ് ഹലാൽ ഏതാണ് ഹറാം ഇല്ലെങ്കിൽ ഭാഷ പറയണോ, വാക്ക് മാറ്റി ആലോചിക്കാൻ ഇനി മനസ്സിലാവുന്ന ഒന്ന് കൈവക്കേണ്ട ഒന്ന് എഴുതി മനസ്സിലാക്കി ഒന്ന് എഴുതി. ഞാൻ ഈ പറഞ്ഞത് ഹലാൽ മനസ്സിലാക്കി. അപ്പൊ മനസ്സിലാക്കി ഞാൻ പറഞ്ഞ ഭാഷ മനസ്സിലാവില്ല. ഇനി പറയാം, ആ ഹറാമായ അവസ്ഥയിൽ വാങ്ങിയതൊക്കെ സൗകര്യം കിട്ടുമ്പോൾ തിരിച്ചു കൊടുത്തു. ഹറാമായി വാങ്ങിയതേ ഒന്നുകിൽ അമ്മോഷണം പിടിച്ചേക്കും, അന്നൊന്നും ബോധമുണ്ടായിട്ടില്ല. നിങ്ങൾ പൊരുത്തപ്പെട്ടല്ലെങ്കിൽ പൊരുത്തപ്പെട്ടില്ലെങ്കിൽ ഞാൻ ഒന്നുകിൽ അങ്ങനെ പറയാൻ പറ്റില്ല. ചിലരോട് ഇങ്ങനെ പറഞ്ഞ അങ്ങനെ ചില ആളുകൾ അത് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. എത്രയാണോ നിങ്ങൾക്ക് പെണ്ണിന്റെ വാക്ക് 2 ലക്ഷം രൂപ 2 ലക്ഷം രൂപ 2 ലക്ഷം ഒന്നുമല്ല മനസ്സിലായി 10 കൊല്ലം മുമ്പ്. അപ്പൊ എന്ത് ചെയ്യാം? ആ 2 ലക്ഷമോ അതിന്റെ തത്തുല്യമായ സംഗതിയോ ഈ പുരക്കാർക്ക് വേണ്ടി വാങ്ങിച്ചു കൊടുക്കാം. എന്റെ വകയാണ് എവിടെ ഒരു പണിത് തന്നതാണ് തിരിച്ചു കൊടുക്കുന്നത് എന്ന് തിരുത്തി പറയണ്ട. അവർക്ക് അവർക്കാക്കി കൊടുക്കും. പറ്റുന്നവരെ അല്ലാത്തവരെ പുറത്ത് പിടിച്ചു ഹറാമായ പൈസ കൊടുക്കേണ്ട ബിസിനസ് തുടങ്ങിയത് എങ്ങനെ ഇനി ആദ്യം ചോദിക്കാനും പോകണ്ട. പൈസ അലി റളിയല്ലാഹു അൻഹു ഹബീബിന്റെ മുമ്പിലേക്ക് വന്നു. നബി
വൃത്തിക്കിട്ടോ ചോട്ടിൽ കൊണ്ടിടാ വൃത്തിക്കിട്ടോ എന്റെ കാറ് നാളെ തന്നെ ഡയറക്റ്റ് കൊടുത്ത് കിട്ടും. സംഗതി മനസ്സിലായില്ലേ? നാളെ ആശ്വാസത്തോടെ അല്ലെങ്കിൽ വല്ല കണക്ക് വെച്ച് ഇല്ലെങ്കിൽ പിടിക്ക പിടിച്ച രണ്ടാമതൊരവസ്ഥയിലല്ലാതെ സാമ്പത്തിക ഇടപാടൊന്നും തിരിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ അതിന്റെ അവകാശം പിടിക്കണം. കടം പോലെ കല്യാണം കച്ചവടം വളർത്തിക്കൊടുക്കും. എത്ര എന്തെങ്കിലും വരാൻ കാരണോ ഒരു ഭർത്താവാനൊരു മടി വരുമല്ലോ. അതുകൊണ്ട് ആ വാക്കൊന്ന് ഫാത്തിമാനെ കെട്ടിച്ചൊരു ചോദിക്കാൻ വന്നതാണോ എന്ന് ചോദിച്ചു. അലീതങ്ങൾക്ക് പറയാൻ അറിയാതെ എന്താ പഠിക്കാറിയോ? ആ വിഷയം പെണ്ണിവിടെ നമ്മളെ നാട്ടിൽ സംബന്ധിച്ചിടത്തോളം കല്യാണം ആണിന്റെ വാപ്പ അല്ലെങ്കിൽ ആണ് ആ വിഷയം അടുത്ത ചോദ്യം, മഹറുകളുടെ മഹറുണ്ടോ? മഹറുകളുടെ എന്തെങ്കിലും വില മതിക്കുമ്പോൾ എന്തെങ്കിലും തങ്ങൾ ചോദിച്ചു, ഇസ്ലാമിന് വേണ്ടി നിങ്ങളുടെ ആത്മാവിടെ, നിങ്ങളുടെ യുദ്ധത്തിന്റെ പടയുടെ പൊളിഞ്ഞ പഴയ ആ ഒരു വെള്ളി നാണയമാണ്, നമ്മൾ ആദ്യം ജ്വല്ലറിക്കാരും എന്തിനാണ് അതൊക്കെ വേറെ ചെയ്തിട്ട് നല്ല വഴിയിൽ കൊടുത്തുകൂടായിരുന്നു. കല്യാണം ഞാൻ വരുന്നത് വരെ നിങ്ങളൊന്നും ചെയ്യാൻ കേട്ടോ, ഞാൻ കടന്നു വരുന്നവരെ പിന്നെ ചികിത്സിക്കാൻ വേണ്ടി പോവാണേ, ഞാൻ രാത്രിയായിട്ട് ഒരുമിച്ച് റൂമിൽ പറഞ്ഞു ഞാൻ വരുന്നുണ്ടോ? അമ്മോശനാണ് വരുന്നത്. അമ്മോശൻ ആണിന്റെ മറ്റേ ഹൈ ക്വാളിറ്റി അതൊക്കെ നമുക്ക് ഉണ്ടാക്കി അവര് പെണ്ണിന്റെ നിബിധങ്ങളുടെ കാലിന്റെ ഉള്ളിന്റെ കാലിന്റെ അടിഭാഗത്തെ തണുപ്പ് ഞങ്ങൾ രണ്ടുപേരും മറിഞ്ഞു. നിബിധൻ എന്റെ കാലിലേക്കും മറുവശം അടികളുടെ കാലിലേക്കും തട്ടുമ്പോൾ കാലിന്റെ തണുപ്പ് ഞങ്ങൾ അറിഞ്ഞു.
അലിയെ കൈ തരൂ, ഫാത്തിമയുടെ കൈ പിടിച്ചേക്കണം. രണ്ടുപേരും കാവൽ ചോദിച്ചേക്കണം, അല്ലാഹുവിനോട് കാവൽ ചോദിച്ചേക്കണം. അതുകൊണ്ട് അലിയെ നിങ്ങൾ എഴുന്നേറ്റ് നിന്ന് ഫാത്തിമയുടെ തലയിൽ കൈവെക്കുക. വലതുകൈ ഞാൻ പറയുന്ന വാക്കുകൾ നിങ്ങൾ ചൊല്ലിയേക്കണം. ഞാൻ ചൊല്ലാം നബിയേ. ഫസ്റ്റ് നൈറ്റ് കാണുന്നില്ലേ? اللهم ورسوله إني أسألك خيرها وخير ما جبلت عليها. ورسوله فاطمة എന്തെല്ലാം ഖൈറുണ്ടോ ആ ഖൈറിലേക്ക് തരണമേ. അവരിലൂടെ എന്തെല്ലാം ഖൈറുകൾ വരുമോ ആ ഖൈറുകൾ എനിക്ക് തരണമേ. വഅഊദു ബിക മിൻ ശർരിഹാ ശർരി മാ ജബലത അലൈഹാ. അവരിൽ എന്തെങ്കിലും ശർറുണ്ടാകുമെങ്കിൽ ഞങ്ങളെ കാക്കണമേ. അവർ കാരണമുണ്ടാകുന്ന ശർറിൽ നിന്നും കാക്കണമേ. ഫാത്തിമ ബീവിയിൽ എന്തെല്ലാം ഖൈറുണ്ടോ അതും തന്റെ ഭാര്യയിൽ എന്തെല്ലാം ഖൈറുകളുണ്ടോ അതും ഭാര്യ കാരണമുണ്ടാകുന്ന ഖൈറുകളുണ്ടോ അതും നീ തരണേ അല്ലാഹ്. പിന്നെ ഇവളിൽ എന്തെങ്കിലും ശർറുണ്ടെങ്കിൽ അവളെന്നാവില്ല സ്നേഹമില്ലാത്ത ആളാണ് എന്റെ ഭാര്യയെ പടച്ചവനെ. ഇവരുടെ നാവുകാരാണ് എന്റെ കുടുംബത്തിൽ ഞാൻ അനുഭവിക്കേണ്ടി വരുന്ന ദുരിതം അത് വരാതെ കാക്കണമേ. ഇവളെയും പ്രസാദം വരുത്തിയിട്ട് എന്റെ കുടുംബം കലക്കുന്ന അവസ്ഥ എന്റെ വീട്ടിൽ നിന്നുണ്ടാകരുതേ പടച്ചവനെ എന്ന് ചെറുപ്പക്കാരാണ് ദുആ ചെയ്യുമ്പോൾ അതാണ് ദുആയുടെ അർത്ഥം. അങ്ങനെ സർവ്വമല്ലല്ലോ ബിദ്അത്തല്ലേ ഹബീബിന്റെ നൂറിന്റെ കഷ്ടമല്ലേ ഫാത്തിമ റളിയല്ലാഹു അൻഹാ പഠിപ്പിച്ചു. എല്ലാ ഭാര്യമാരും വേണോ? എല്ലാ ഭർത്താക്കന്മാരും അടിയിലാണോ? അതുമല്ല. എന്നാ പിന്നെ ദുആ ചെയ്ത് അല്ലാഹുവോട് ചോദിച്ചു വൈകോളി ആദ്യത്തെ രാത്രി വസല്ലിയാ നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് 2 റക്അത്തെങ്കിലും ഇന്നത്തെ രാത്രി നിസ്കരിക്കണം കേട്ടോ. പിന്നെ നിങ്ങൾ കുടുംബ ജീവിതം ആരംഭിച്ചോളൂ. നിങ്ങൾ കുടുംബത്തിലേക്ക് കടക്കുന്നത് ഒരു ഭാര്യയെ തന്റെ മണ്ഡലത്തിലേക്ക് സ്വീകരിച്ചിരുത്തിയാൽ ആദ്യം ചെയ്യേണ്ടത് കള്ളുകുപ്പി പൊട്ടിക്കലാണോ സഹോദര? അവർക്ക് മോശപ്പെട്ട ഫിലിം കാണിച്ചു കൊടുക്കാനാണോ ചെറുപ്പക്കാരാ? അവരുടെ കയ്യിൽ തല വെച്ച് ദുആ ചെയ്യാനാണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഖൈറഹാ വഖൈറ മാ ജുബിലത അലൈഹാ വഅഊദു ബിക മിൻ ശർരിഹാ വശർരി മാ ജുബിലത അലൈഹാ. എന്നിട്ട് രണ്ടുപേരും ഓരോട് 2 റക്അത്ത് നിസ്കരിച്ചാൽ നിങ്ങളുടെ ജീവിതം സന്തോഷമായില്ലേ? ആ മോളിലൂടെയല്ലേ ഹസൻ ഹുസൈൻ എന്ന 2 പൊന്നുമക്കൾ ജനിച്ചത്? ആ മക്കളിലൂടെയല്ലേ ഇന്ന് ലോകത്തുള്ള സർവ്വതന്മാരും സയ്യിദന്മാരും കടന്നു വരുന്നത് ഈ ഫാത്തിമ ബീവിയുടെ ചോരയിലൂടെ. ഖൈറഹാ വഖൈറ മാ ജുബിലത അലൈഹാ. ഫാത്തിമ ബീവിയിലൂടെ ഉണ്ടാകാൻ പോകുന്ന ഖൈറും അവരിൽ ഉള്ള ഖൈറും തരണമേ എന്ന് ദുആ ചെയ്ത ആദ്യത്തെ ദുആയുടെ ഫലമാണ് ഇന്ന് ലോകത്തുള്ള തങ്ങന്മാർ സയ്യിദന്മാർ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ പരമ്പരയുടെ ഉടമകളല്ലയോ റസൂലിന്റെ മക്കൾ. ഇവരുടെ പേരക്കുട്ടികൾ ആൺമക്കളുടെ ഉണ്ടാലേ സാധാരണ പരമ്പര നിലനിൽക്കൊള്ളുന്ന അല്ലാഹുവിന്റെ റസൂലിന്റെ വിശേഷങ്ങൾ പാടിലാണ്. നബിയുടെ പെൺകുട്ടിയാണെങ്കിലും ആൺകുട്ടിയാണെങ്കിലും തങ്ങളുടെ ചോര സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലെങ്കിൽ പെൺകുട്ടിയല്ലേ നബിയുടെ മോള് നബിയുടെ മകന്റെ പരമ്പര ചോദ്യം വരില്ല. ലോകത്ത് ചോദിച്ചിട്ടില്ല. എന്തെന്നറിയോ? ഞങ്ങൾക്കിത് പാടില്ല. നിങ്ങളുടെ മോൾ തങ്ങളുടെ മോനെ നിങ്ങളുടെ രണ്ടുപേരും ഒരുമിച്ച് നിസ്കരിക്കണം. മറ്റു കാര്യങ്ങളാണ് പറയുന്നത്. മനസ്സിൽ സ്നേഹം ഉണ്ടാകുകയാണെങ്കിൽ ഒരുമിച്ചുള്ള നിസ്കാരം വേണം. ഒരുമിച്ച് നിസ്കാരം ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ അല്ലാഹു തആല അവരുടെ സ്നേഹം إذا صليتم في المسجد فاجعلوا لبيوتكم نصيبا من صلاتكم يكن خيرا على أهل بيتكم. رسول الله صلى الله عليه وسلم
അല്ലാഹുവിന്റെ പള്ളിയിൽ പോയി നിസ്കരിച്ചാൽ ഫജഅലൂ ലിബുയൂതികും നസീബൻ മിൻ സ്വലാത്തികും നിങ്ങളുടെ വീടിനും നിസ്കാരത്തിൽ നിന്ന് ഒരംശം നിങ്ങൾ ബാക്കി വെക്കണേ. ഇശാ നിസ്കരിച്ച പള്ളിയിൽ ഇശായിന് ശേഷമുള്ള സുന്നത്ത് സമയം നിസ്കരിച്ചുകൊണ്ട് വീട്ടിലെത്തി ദുഹറിന്റെ രണ്ടരക്കാലം സുന്നത്ത് നിസ്കരിച്ചു പള്ളിയിലേക്ക് വന്നു, രണ്ടരക്കാലം തഹീയ്യത്ത് നിസ്കരിച്ചു, പിന്നെ ഫർദ് നിസ്കാരം നിങ്ങൾ ആളുകൾ പുരുഷന്മാരോടാണ് പറയുന്നത്, നിങ്ങൾ പള്ളിയിൽ പോയി നിസ്കരിക്കുന്നവരാണ്, പക്ഷേ കുറച്ച് നിസ്കാരം വീട്ടിലും നിസ്കരിക്കണേ. എന്റെ കാരണം നിങ്ങളുടെ വീട്ടുകാർക്ക് ഖൈറായിരിക്കും. സല്ലു അലാ നബി മുഹമ്മദ്. പരിഹരിക്കാനുള്ള ഒന്നാമത്തെ ചികിത്സ രണ്ടുപേരും നിരന്തരം ഒരു ദിവസം അങ്ങോട്ട് വരും വേണം ചില അതിന് കുഴപ്പമില്ല, സ്വന്തം മുമ്പൊക്കെ കിണറ്റിനടുത്തടുത്ത് മുക്കി ഒരു ഉണ്ടാക്കിയിട്ടില്ലേ നമ്മൾ തിരുവനന്തപുരം കൊല്ലം കോട്ടക്കണ ആലോചിച്ചാലേ കൊട്ടക്കൂരയും കയറൊക്കെ വെച്ചിട്ട് എടുക്കേണ്ട ഒരവസ്ഥ അങ്ങനെയൊന്നുമില്ലല്ലോ. ഒന്നും കയറാൻ പ്രയാസമുണ്ടോ? നമ്മുടെ സ്വന്തം റൂമിൽ സൗകര്യമില്ലേ? അന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്തുകൊണ്ട് എനിക്കൊന്നും കാണാൻ കിട്ടുന്നില്ല, എന്തുകൊണ്ട് എടുത്തില്ല എന്ന് ചോദിച്ചാൽ മറുപടി ഒരുമിച്ച് നിങ്ങൾ മനസ്സ് നമ്മൾ യോജിച്ചു പോകണമെന്ന് താല്പര്യമുണ്ട്, പക്ഷേ മനസ്സ് നമ്മൾ യോജിക്കുന്നില്ല. രണ്ടാമത്തെ ചികിത്സ ഒരു എനിക്ക് വേണ്ടി രണ്ടുപേരുടെയും ഒരു പേജ് അര പേജ് 4 വരിയെങ്കിലും ഒരു ദിവസം അല്ലാത്ത ചെയ്യട്ടോ. കുടുംബത്തിന് പ്രശ്നങ്ങൾക്കുള്ള പരിഹാരങ്ങളാണ് ജീവിതത്തിൽ സന്തോഷം. അല്ലാഹു സഹായിക്കട്ടെ. والبيت الذي لا يذكر فيه الله الله سبحانه ഓർക്കപ്പെടാത്ത വീടും കമതൽ ഹയ്യി വൽ മയ്യിത് ജീവനുള്ളതിനെ പോലെ മരിച്ചതിനെ പോലെ വന്ന ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് മൂന്നാമത്തെ ചികിത്സ ദിക്റുല്ലാഹി മഅൻ അല്ലാഹുവിനെ സംബന്ധിച്ച് ദിക്ർ ചൊല്ലലാണ്. 5 മിനിറ്റെങ്കിലും രണ്ടുപേരും ചൊല്ലാം സുബ്ഹാനല്ലാഹ് 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 സുബ്ഹാനല്ലാഹ്. 5 മിനിറ്റ് അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്
5 മിനിറ്റെങ്കിലും നിങ്ങൾ ഓർത്താൽ അല്ലാഹുവിനെ ഓർക്കുന്ന വീട് ജീവനുള്ള മനുഷ്യനെ പോലെ, അല്ലാഹുവിനെ ഓർക്കാത്ത വീട് മയ്യത്തിനെ പോലെയാണ് പരിശുദ്ധ റസൂലുള്ളാഹി. ആകെ ജീവിതം നസീഹത്ത് ശരി മാത്രമേ ഉള്ളൂ. അവിടെ ഒരു ദിക്റോ ഒരു വഅദോ ഒരു നല്ല കാര്യമോ ഒരു സ്വലാത്തോ അല്ലാഹുവിന്റെ റസൂലിന്റെ മദ്ഹുകളോ ഒന്നും പറയപ്പെടാത്ത വീടുകൾ ചത്തുപോയതിനെ പോലെയാണ്. അല്ലാഹുവിനെ ഓർക്കപ്പെടുന്ന വീടോ ജീവനുള്ള ആളിനെ പോലെ, ജീവനുള്ളതിനെ പോലെ, ജീവിച്ചിരിക്കുന്നവരെ പോലെ. വീടിന് ജീവൻ വേണം. ഒരുമിച്ച് ദിക്ർ ചൊല്ലണം. കല്യാണത്തിന് പുതിയ പിള്ളേരാണ് പള്ളിയിൽ ഉസ്താദുമാരെ വന്നു ഫാത്തിഹയും ഖുൽ ഹുവല്ലാഹ് ഫാത്തിഹയുടെ മഹത്വം എന്നൊക്കെ അറിയാം. എന്താണ് ഫാത്തിഹയുടെ മഹത്വം? എന്താ ഖുൽ ഹുവല്ലാഹുവിന്റെ മഹത്വം അറിയാം? 3 ഖുൽ ഹുവല്ലാഹു അഹദ് അറബിന്നാസ് മുസീബ് ദുആ ചെയ്യാൻ. അപ്പുറത്തെ കൈ ഇങ്ങനെ ഞാനാണ് ആമീൻ പറഞ്ഞത് സ്വീകരിക്കപ്പെട്ടാലോ പൊന്നു ജനഈ ആമീൻ പറഞ്ഞിട്ടില്ല അല്ലാഹു സ്വീകരിക്കും. അനക്ക് വേണമെങ്കിൽ കൈ മുട്ടിക്കോ. അതുകൊണ്ട് ഇസ്ലാമിനെ എങ്ങനെ പുറത്തു പോകാം? ഇസ്ലാമിന്റെ ഒരുമിച്ച് ദുആ ചെയ്യ്, ഒരുമിച്ച് ദുആ ചെയ്യ്. കൂലിയുള്ള ആധുനികരായ ആയങ്ങളായി പറയുന്നത് സലഫ് സ്വാലിഹീങ്ങളായ ഇമാമുകളായി പഠിപ്പിക്കുന്നത് അവരും മുൻഗാമികളും പിൻഗാമികളും പറയുന്നത് ഒരുമിച്ച് ദുആ ചെയ്യ്. നല്ല കാര്യം. അതിലൊന്നും വരാൻ നന്മയില്ലാതെ എന്തായാലും നല്ല വിഷയങ്ങളല്ലേ? ഭയങ്കര പേടിയായി, ഭയങ്കരമായ ബ്രെയിൻ വാഷിംഗ് നടക്കുന്ന കാലമാണ്. അത് നമുക്ക് ആഘോഷിക്കാൻ പറ്റുമോ? ഹറാമാണോ കുഫറാണോ? അല്ലാതെ വേറെ പറയുന്നില്ല. സുബ്ഹാനല്ലാഹ്. ഇത് അല്ലാഹുവിന്റെ റസൂൽ ചെയ്തോ, നബിയുടെ സ്വഹാബികൾ ചെയ്തോ, താബിഈകൾ ആരെങ്കിലും ചെയ്തോ? ചോദ്യം കഴിഞ്ഞോ? ഞാൻ ചോദിക്കട്ടെ. അല്ലാഹുവിന്റെ റസൂൽ സ്വഹാബികൾ മലയാളത്തിൽ ഖുതുബ ഓതിയിട്ടുണ്ടോ? ഇല്ല. മലയാളത്തിൽ ഓതി പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അല്ലാഹുവിന്റെ റസൂൽ സ്വഹാബികൾ വേദമുപ്പായിട്ട് മെഹ്റാബിലേക്ക് നിന്നിട്ടുണ്ടോ? ഇല്ല. തലമറക്കാതെ ഇമാം നിന്നിട്ടുണ്ടോ? ഇല്ല. അല്ലാഹുവിന്റെ റസൂൽ സ്വഹാബികൾ 100-ാം വാർഷികം ആഘോഷിച്ചിട്ടുണ്ടോ? നവോത്ഥാനത്തിന്റെ? ഇല്ല. നിങ്ങൾ ഇതൊക്കെ ചെയ്തിട്ടില്ലേ? ഇതിനിപ്പോ എന്താ തെളിവ്? അതന്നെയാണ് ഇതിന് തെളിവ്. നമ്മൾ അങ്ങോട്ടും കുഫറും പറയേണ്ട കാര്യം. അല്ലാഹുവിന്റെ റസൂൽ സ്വഹാബികൾ ചെയ്യാത്തത് ചെയ്തോല്ലേ? എന്താ കുഴപ്പമറിയോ? ഒരു പ്രശ്നമില്ല. അതിന് നിങ്ങൾക്ക് ന്യായീകരണമുണ്ട്. അതിന് തിന്മയില്ല എന്ന് നിങ്ങൾക്ക് ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റുന്നു. അത്രയുള്ള വിഷയം അല്ലാഹുവിന്റെ റസൂൽ സ്വഹാബികൾ ചെയ്തിട്ടില്ല എന്ന് വിചാരിക്കുക. റബീഉൽ അവ്വൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അഷ്റഫുൽ ഖൽഖിന്റെ മദർ പറയും, നബിയെ പുകഴ്ത്തി പറയും. റബീഉൽ അവ്വൽ എന്ന് പുകഴ്ത്തി പറഞ്ഞ ശിർക്കാവുന്ന നബി പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഞാൻ ജനിച്ചത് ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുണ്ടോ? അതും പറഞ്ഞിട്ടില്ലല്ലോ. എന്നാൽ പിന്നെ ആ ദിവസം വരും അല്ലാഹുവിന്റെ റസൂലിന്റെ മൗലിദ് പാരായണം എങ്ങനെ ശിർക്ക് വരാം? ഇത് എന്നും പാരായണം ചെയ്യേണ്ട സംഗതിയല്ലേ? നബി അന്ന് വേണ്ട എന്നെ എന്ത് ചെയ്യൂല. മിനിമം ആ ദിവസമെങ്കിലും ആയിക്കോട്ടെ. കുടുംബ സന്ദർശനം എന്നും കൂടിയുള്ള വിഷയം. കല്യാണം ഉണ്ടാവുമ്പോൾ എല്ലാവരും ഒരുമിച്ച് കൂടി കുടുംബ സന്ദർശനം നല്ല കാര്യം. കല്യാണം വേണമെന്ന് വെച്ചാൽ ഒരു കുടുംബത്തിൽ ഒരിക്കൽ പോലും ഒരിക്കലെങ്കിലും സ്വലാത്ത് ഒരിക്കലെങ്കിലും ഒരു ദിവസമെങ്കിലും കൂടുതൽ നബിയെ ഓർക്കാൻ സഹായകരല്ലേ? അത് മതി. ഇത് ബിദ്അത്തുൻ ഹസനത്തുൻ, നല്ല ബിദ്അത്താണ്. ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ പുതുതായികളായതൊക്കെ മോശമാണെന്നാണോ? അല്ലല്ലോ. ബിദ്അത്തുൻ ഹസനത്തുണ്ട്, ബിദ്അത്തുൻ സയ്യിഅത്തുണ്ട്. മോശപ്പെട്ട ബിദ്അത്തുണ്ട്, നല്ല ബിദ്അത്തുണ്ട്. എന്താണ് ഇനി സംശയം? ഞാനൊന്ന് പറഞ്ഞുതരാണ്. ഇത് പറഞ്ഞു എന്റെ ബാധ്യതയാണ്. ഈ ഇങ്ങനെ ശിർക്കും കുഫറും വാട്സ്ആപ്പ് ഉപയോഗിച്ച് പറയാം. 10 ചെറുക്കന്മാർ എന്താണ് അല്ലാഹുവിന്റെ റസൂൽ സ്വഹാബത്ത് ചെയ്തത് മാത്രമേ ഇസ്രായേലിലുള്ളൂ. നിങ്ങൾ പറഞ്ഞു ഈ മലയാളത്തിൽ റസൂലിന്റെ സ്വഹാബത്ത് ആരെങ്കിലും ഒരാൾ ചെയ്തിട്ടുണ്ടോ? ഇല്ലല്ലോ. നിങ്ങൾ മലയാളത്തിൽ പറഞ്ഞോളൂ. ജനിച്ചിരിക്കുന്ന ഭാഷയിൽ എന്ന് പറയുന്ന ഏതെങ്കിലും ഹദീസ് ഉണ്ടോ? ഇല്ല. നിങ്ങൾ കൊണ്ടുവരും. ഇല്ല. പിന്നെ എന്തിനാണ് ചെയ്യുന്നത്? അത് പിന്നെ ഞങ്ങൾക്ക് പറയേണ്ടത് അത് പിന്നെ അല്ലാഹുവിന്റെ റസൂലിന്റെ മദ്ഹാണ് പറയുന്നത്. നബി തങ്ങളുടെ മദ്ഹാണ് പറയുന്നത്. നബി തങ്ങളുടെ മദ്ഹ് പറയുന്നത് ഖുർആൻ പറഞ്ഞു. നബി തങ്ങളുടെ സ്വലാത്ത് ചൊല്ലുന്നത് ഖുർആൻ പറഞ്ഞു.
ചെയ്താൽ എങ്ങനെ ഇസ്ലാം പുറത്തു പോകുക? ഇത് നബി ചെയ്തു എന്ന് പറയണ്ട, നമ്മൾ പറയുന്നില്ലല്ലോ. ഹദീസിലുള്ള സമയത്ത് അങ്ങനെ ഇല്ല. പക്ഷേ നബി തങ്ങൾ ചെയ്യാത്തതൊക്കെ ശിർക്കും കുഫ്റാണെന്ന് പറഞ്ഞാൽ കുറച്ച് പ്രയാസമാണ്. നബി നമ്മുടെ സമ്മേളനം നമ്മുടെ സമരങ്ങൾ നമ്മുടെ ഉത്തരവാദിത്തങ്ങളൊക്കെ ശിർക്കാണെന്നല്ലോ. ഇങ്ങനെ ചെറുപ്പക്കാരി ഇങ്ങനെ വഞ്ചിക്കപ്പെടുന്നത് ഒരു ക്ലിപ്പിൽ നാടുകൊഴുകിയ നാട്ടിലെ എല്ലാ ചെറുപ്പക്കാരെ എങ്ങനെ ശിർക്ക് വന്നു, എങ്ങനെ കുഫ്ർ വന്നു? അള്ളാഹുവിന്റെ റസൂലിന്റെ നല്ല കാര്യങ്ങൾ ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്യിക്കുന്ന ആളുകൾ ഒന്ന് മനസ്സിലാക്കുക. ഒരു നന്മയാണ് നിർത്തിവെക്കുന്നത്. അന്ന് ഗാനങ്ങൾ നടത്തിയാൽ കുഴപ്പമില്ല നമ്മുടെ അഭിപ്രായം. എന്തേ അത് റസൂൽ പൊന്നു മുന്നേ നിങ്ങൾ ചെയ്തോ. അന്ന് ധൂർത്ത് ചെയ്യേണ്ട റോഡ് ബ്ലോക്കാക്കണ്ട, ചെയ്യാൻ പാടില്ല. റോഡ് ബ്ലോക്കാക്കുക, ധൂർത്ത് ചെയ്യരുത്. നബി സംബന്ധിച്ച് പറഞ്ഞോടത്തോട് കുട്ടികൾ പ്രസംഗിക്കുന്ന ഹദീസിനെ കുറിച്ച് മദ്ഹ് പറയട്ടെ. ആരാണ് ഇത് ഹറാമാണെന്ന് പറഞ്ഞത്? ആരാണ് ഇത് ശിർക്ക് എന്ന് പറഞ്ഞത്? നബി പറയാൻ പാടില്ല. അത് ആദിവാസികളുടെ വിറ്റുന്ന തലയാണ്. എപ്പോഴെങ്കിലും ഒരിക്കലും പറയും, ഒരിക്കലും പറയാതിരിക്കുന്ന മനുഷ്യനായി പറയും. ഒരിക്കലെങ്കിലും ഒരു വർഷത്തിൽ ഒരിക്കലെങ്കിലും പറഞ്ഞാൽ അതിന്റെ കൂലി കിട്ടിയില്ലേ എന്ന് ചെയ്തോളൂ. അതാണ് നമ്മുടെ ആഗ്രഹം. പക്ഷെ ഒരിക്കലേ പറ്റുന്നുള്ളൂ. എല്ലാവരും പല തിരക്കുള്ള ആളുകൾ, എല്ലാവരും പല ആവശ്യങ്ങൾക്ക് നടക്കുന്ന ആളുകൾ, എല്ലാവരും ഒരുമിച്ച് കൂട്ടുന്ന ഒരു സാഹചര്യം പൊലിക്കോട്ടെ. നബി അല്ലേ പറയുന്നത്? നബിയെ പറ്റി അള്ളാഹുവിന്റെ റസൂലിനെ പറ്റി പറ്റൂലെങ്കിൽ പിന്നെ ആരെങ്കിലും പറയാ? നേതാക്കന്മാരെ പറ്റി അനുസരണം നടത്തുന്നുണ്ട്, അള്ളാഹുവിന്റെ റസൂലിനെ പറ്റി പറയാം. അതിന്റെ ഹദീസുമാണ്, തെളിവുമാണ്. അല്ലേ? അപ്പോ നീ എല്ലാം അർത്ഥം വെക്കേണ്ടത് ഇത് കിതാബ് എന്താ പറഞ്ഞാൽ ഇസ്ലാമിനെ യോജിക്കാത്ത ഇത് ഹദീസിന്റെ എക്സ്പെർട്ടുകൾ പറഞ്ഞ അർത്ഥങ്ങളാണ്. അങ്ങനെയാണെങ്കിൽ ശുദ്ധമായ ഖുർആനിനെ 30 ജുസുകളാക്കി വെച്ചത് സ്വഹാബികളാണോ? അല്ല. അല്ലാഹുവിന്റെ റസൂലാണോ ഖുർആനിനെ 30 ജുസുകളാക്കിയത്? ആണോ? അല്ല. താബിഈകളുടെയും താബിഈകളുടെയും കാലശേഷമല്ലേ ഖുർആനിനെ ജുസുആക്കിയത്? ഖുർആനിൽ 30 ജുസില്ലേ? ലോകത്തെ ഏതെങ്കിലും ഒരാൾ ചോദിച്ചിട്ടുണ്ടോ ബിദ്അത്താണ് ഖുർആൻ എന്ന്? ആരെങ്കിലും പറഞ്ഞോ? അങ്ങനത്തെ മണ്ടത്തരൊന്നും ലോകത്തിൽ മുസ്ലിം പറയൂല. ഇസ്ലാം ഇങ്ങനെ സന്ദേശിച്ചിട്ടില്ല. പരിശുദ്ധ ഖുർആനിൽ അക്ഷരങ്ങൾക്ക് ഡോട്ടുകളുണ്ട്, ഹർഫുകളുണ്ട്, പുള്ളികളുണ്ട്. മേലെ 2 പുള്ളി, താഴെ 2 പുള്ളി, 3 പുള്ളി മേലെ. ഫതഹുൽ കസ്റും ഇതൊക്കെ അല്ലാഹുവിന്റെ റസൂലിന്റെ കാര്യത്തിലുണ്ടോ ഖുർആനിൽ? ഇല്ല. ആരുണ്ടാക്കിയത്? ഹജ്ജാജ് യൂസുഫ്. തങ്ങളുടെ കാലം കഴിഞ്ഞ് 10 കൊല്ലം കഴിഞ്ഞിട്ട് വന്നൊരു ഭരണാധികാരിയായ ആരെങ്കിലും നല്ല കാര്യമാണ്, നല്ല വിഷയമാണ്. മനുഷ്യന്മാരെ ദയവ് ചെയ്ത് വാട്സാപ്പ് ശേഖന്മാർ ഫേസ്ബുക്ക് ശേഖന്മാർ ഒരുമിച്ച് പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. ശേഷം ഉത്തരപ്പെട്ടെന്നല്ലേ പറഞ്ഞത്? അപ്പൊ എല്ലാവരും കൂടി ആമീൻ പറഞ്ഞു. നന്മ തരണേ റബ്ബേ, വഫിൽ ആഖിറതി ഹസനതൻ, നാളെ പരലോകത്ത് നന്മ താ റബ്ബേ, വഖിനാ അദാബന്നാർ, ഞങ്ങൾ നരകത്തിൽ കാക്കണേ പടച്ചോനെ. അതിന് ആമീൻ പറഞ്ഞ എങ്ങനെയാണല്ലോ ഇസ്ലാം പുറത്തു പോകുന്നത്? ഇസ്ലാമിന്റെ ഉള്ളിലല്ലേ വരുന്നത്? ഇസ്ലാമിന്റെ ഉള്ളിൽ വരില്ലേ? ഇങ്ങനെ മനുഷ്യന്മാരോട് നബിയും സഹാബത്തും ചെയ്യാത്ത നന്മകൾ ഇസ്ലാമിന്റെ പ്രമാണങ്ങളുമായി വൈരുദ്ധ്യമില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. ധൈര്യമായിട്ട് അമൽ ചെയ്ത് തർക്കിച്ച് കാലം കഴിച്ചിട്ടുണ്ട്. മയ്യത്ത് കണക്കിൽ മുക്കുമഴ കരപ്പടച്ചോ ഞാൻ തർക്കിച്ച് കറച്ചിട്ട് പറ്റൂ എന്ന് ആലോചിച്ച് നടന്ന കാലം കഴിഞ്ഞ് ഒന്ന് നബിയെ മദ്ഹ് പറയാൻ കിട്ടിയില്ല, ഒന്ന് ആലോചിച്ചില്ല എന്നൊക്കെ ആലോചിച്ച് ജീവിതം കഴിക്കട്ടെ. ഇപ്പൊ തന്നെ അമൽ ചെയ്ത് ഒരുമിച്ചിരുന്ന് ദുആ ചെയ്യണം. ചെറിയ മലയാളക്കാലോ സ്കരത്തിലല്ലേ ഇത് പറയുന്നത്? ഭാര്യ ഭർത്താവ് ഞാൻ പറയാം
ഞങ്ങൾക്ക് പുറത്തു തന്നെ പഠിച്ചോനെ ഞങ്ങൾ അസുഖാക്കി തന്നെ റബ്ബേ, ഇതൊക്കെ നമുക്ക് പറയാൻ പറ്റില്ലേ? ആ ദുആയിൽ ഒരു സ്വലാത്തും ചൊല്ലുക. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് എന്ന് പറയാം. ദുആ അവസാനിക്കുന്നതിന് മുമ്പ് സ്വലാത്ത് പറയാം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ. ഈ രണ്ട് സ്വലാത്തിന്റെ ഇടയിൽ ചോദിച്ചാൽ ആ ദുആയിൽ ഉത്തരമുണ്ടെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് നിങ്ങൾ എവിടെ വരുന്നോളൂ, വീടിന്റെ മുമ്പിൽ വരുന്നോളൂ, വായനശാല മുമ്പിൽ വരുന്നോളൂ, നിസ്കാരം കഴിഞ്ഞിട്ടുണ്ടോ, കല്യാണത്തിനുണ്ടോ, മരിച്ചോടത്തും വരുന്നോ, അതിലൊന്നും ഒരു ശിർക്ക്. എന്താണ് ഈ ശിർക്ക് എന്നൊക്കെ പറഞ്ഞ് എനിക്ക് മനസ്സിലാവുന്നില്ല. മനുഷ്യന്മാരെ ഇങ്ങനെ പേടിപ്പിക്കുന്ന ഒരു കാലം. ദുആ ചെയ്തു ഗ്യാരണ്ടി അതിന് കുഴപ്പമുണ്ട്. നിങ്ങൾക്കല്ല പറ്റും, എനിക്കാൻ പറ്റും. ഞാനും കുറച്ചൊന്നും പിന്നിലുള്ള വിഷയം. നിങ്ങൾക്ക് ഇന്ന് കുഴപ്പമില്ല, നിങ്ങൾക്ക് കേൾക്കാനേ പറ്റും. നിങ്ങൾക്കൊക്കെ കിതാബോധി പഠിക്കാൻ പറ്റും. ജീവിതകാലത്ത് പല ജോലി പഠിക്കും. എല്ലാവരും കിതാബോധിയും ലോകത്ത് വല്ലതും നടക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ജോലി എവിടെയാണോ നിങ്ങൾ ജോലി ചെയ്യുന്നത് ആ ജോലി ശരിക്കും ജോലി ചെയ്യും. പഠിക്കുന്നവർ ശരിക്കും പഠിക്കും, ജോലി ചെയ്യും. പണ്ഡിതന്മാർ അവരുടെ പണിയെടുക്കട്ടെ. അതാ വിഷയം. അവർക്ക് പഠിച്ചോ, അവർ മറച്ചു പോയിക്കോട്ടെ. തെറ്റിദ്ധാരണ വരുന്നത് കുളവല്ലോ അങ്ങനത്തെ അസുഖമൊന്നും ഇല്ലാന്ന് ഞാൻ വിചാരിക്കുക. മൊത്തത്തിൽ ഫേസ്ബുക്കിൽ ചെറുക്കന്മാരൊക്കെ വന്നിട്ടുണ്ടാവും. അങ്ങനെ കിട്ടിയവരൊന്നും കൈ കൊണ്ട് ചെയ്യട്ടെ. വന്നിട്ടുണ്ടല്ലേ? ഇപ്പൊ റമദാനാകുമ്പോൾ ഒരു അടുത്ത 20 നാളോ നട്ടാസ്കരിക്കേണ്ടത്. ഇത് മരണം വരെ ഖിയാമത്ത് വരെ റമദാൻ ഉണ്ടെങ്കിൽ അതിന്റെ തലേ നോക്കിയിട്ട് ഈ ക്ലിപ്പ് ഈ ക്ലിപ്പിലൊന്നും പെടാൻ നിൽക്കില്ലേ? അള്ളാഹുവിന്റെ റസൂലിന്റെ മൗലിദ് പാരായണം ചെയ്യുന്നു. നബിന്റെ മദ്ഹാണ്. ഒരു ശിർക്കും ഒരു കുഫറുമില്ല. വേണമെങ്കിൽ ഒരു സംസാരം എന്റെ ഒരു അകന്ന കുടുംബത്തിൽ ഒരു ചെറുപ്പക്കാരൻ മരിച്ചു, ഗൾഫിൽ നിന്ന് മരിച്ചു. കഴിഞ്ഞ 2 ദിവസം മയ്യത്ത് കൊണ്ടുവന്നു. അപ്പൊ അവര് ദ്വാരണ ശിർക്കായി പോകുന്ന ബഹുപ്പെട്ട ആൾക്കാരാണ്. ഒരു അകന്ന പെങ്ങളുടെ കല്യാണം കഴിച്ച ബന്ധത്തിൽ ഞാൻ സന്ദർശിക്കാൻ വേണ്ടി പോയി രാവിലെ. അപ്പൊ എന്താ വിഷയം? മരിച്ചിട്ട് ആ വീട്ടിൽ പോകാനില്ല. പെണ്ണുങ്ങളൊക്കെ വർത്താനായിരുന്നു. നാട്ടുവർത്തമാനം പറയാം. നമുക്ക് വർത്താനം പറയാം. മയ്യത്തിനെ മറവിയാണ്, തൽഖീന് ചൊല്ലി, തർജീഹ് ചൊല്ലി, ഖബറിലേക്ക് വെക്കേണ്ട സാഹചര്യം ദുആ ചെയ്തില്ല. മൂടിയിട്ട് പോന്നു. ആർക്കാണ് ഈ നഷ്ടം? മരിച്ച മയ്യത്തായി ഖബറിലേക്ക് പോകുന്ന മനുഷ്യരെ കാണുമ്പോൾ മുഅ്മിനിയുടെ മനസ്സിൽ വീങ്ങിപ്പൊട്ടു. ആ പൊട്ടലിന്റെ പടച്ചവനെയാക്കി പുറത്തു കൊടുക്കണേ റബ്ബേ എന്ന് പറഞ്ഞാൽ ആ ഖബറിനടുത്ത് ദുആ ചെയ്യാൻ ആമീൻ അർത്ഥമില്ലേ? ആമീനൊക്കെ നഷ്ടപ്പെട്ടോ ഇല്ലേ? നഷ്ടപ്പെട്ടു. എന്തുകൊണ്ട് നഷ്ടപ്പെട്ടു? ജീവിതകാലം ശിർക്കാനെയാണ് പറഞ്ഞത്. ഞാനും പോയി വീട്ടിൽ സന്ദർശിക്കാൻ രാവിലെ 11 മണിക്ക് അവിടെ വീട്ടിലാണ്. 11 മണിക്ക് ഞാൻ ദ്വാരക്കാരെ പോകും. ഇവർക്കത് ശിർക്കാണെങ്കിൽ പക്ഷെ സന്ദർശിക്കൽ എന്റെ കടമയാണ്. വീട് സന്ദർശിച്ചു പോകുന്നു. അതൊന്നും വേണ്ടെന്നെല്ലാം പറഞ്ഞു നമ്മൾ കൊടുക്കണമില്ല. അള്ളാഹുവോട് ചോദിക്കുന്നില്ല. എന്തോ ആയിക്കോട്ടെ. നഷ്ടം ആർക്കാ? ഇതൊക്കെ കൊണ്ടുവരുന്ന ആൾക്കാർക്ക് മനസ്സിലാക്കി. ഖബറിലേക്ക് ചെല്ലുമ്പോൾ എനിക്ക് വേണ്ടി ആരെങ്കിലും ഒരു വെള്ളപ്പൊക്കത്തിൽ മുങ്ങുന്ന മനുഷ്യനെ വൈകോലി അടിച്ച് കയറാൻ പോകുന്ന പോലെ ആർക്കെങ്കിലും എനിക്ക് വേണ്ടി ഒന്ന് ഖുർആൻ ഓതുമോ? ആരെങ്കിലും എനിക്ക് വേണ്ടി ഒന്ന് സദഖ ചെയ്യുമോ? എനിക്ക് വേണ്ടി വാപ്പാക്ക് പുറത്തു കൊടുക്കാമെന്ന് പറഞ്ഞൊരു യാസീൻ ഓതുന്ന മക്കളുണ്ടോ? ഇതൊക്കെ മരിച്ചു കിടക്കുന്ന മനുഷ്യന്റെ ചിന്ത വരും. പക്ഷേ ജീവിച്ചിരിക്കുന്ന കാലത്ത് പറ്റൂല എന്ന് പറഞ്ഞ മനുഷ്യനാണെങ്കിൽ കിട്ടൂല മുമ്പിനെ പിന്നെ കിട്ടൂല. എന്ത് വേണമെന്ന് തീരുമാനിച്ചു. നിങ്ങൾ തീരുമാനിച്ചു മരിക്കേണ്ട മുമ്പ് ഞാൻ എവിടെ നിൽക്കേണ്ടത്? ഒരുമിച്ച് നിങ്ങൾ ദുആ ചെയ്യണേ. അഞ്ചാമത്തെ പരിഹാരം പഠിപ്പിച്ചു തരുന്നത് വീട്ടുകാര് ഭക്ഷണം കഴിക്കുമ്പോൾ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണേ. അഞ്ചാമത്തെ പരിഹാരം ഒന്നാമത്തെ പരിഹാരം എന്താണ്? ഒരുമിച്ച് നിസ്കരിക്കണം. 2 ഒരുമിച്ച് ഖുർആൻ ഓതണം. 3 ഒരുമിച്ച് അല്പനേരമെങ്കിലും 5 മിനിറ്റെങ്കിലും ദിക്ർ ചൊല്ലിക്കോ. 4 ഒരുമിച്ച് ദുആ ചെയ്യണം. ഭാര്യയും ഭർത്താവും ഒറ്റയ്ക്ക് അവരൊരുമിച്ച് ദുആ ചെയ്യട്ടെ. മക്കളുണ്ടെങ്കിൽ അവരുടെ അമീൻ പറയട്ടെ. അഞ്ചാമത്തേത് വീട്ടുകാർ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണം. ഒരുമിച്ച് ഭക്ഷണം കഴിക്കുക. അവസാനിപ്പിക്കില്ലേ? വർക്കത്തില്ലേ? നമുക്ക് ചെയ്യാൻ പറ്റൂലേ? വാപ്പ വരും 8 മണിക്ക് 8:30 മണിക്ക് വാപ്പ ഭക്ഷണം കഴിക്കണം. വാപ്പ ഭക്ഷണം കഴിച്ചു. മൂത്ത മോൻ വരും 9 മണിക്ക്. തൊട്ടടുത്ത അനിയൻ വരും 12 മണിക്ക്.
പിന്നെയുള്ളവർ രാത്രി 3 മണിക്ക് പ്രായം കുറയുന്നവർ ലേറ്റ് ആയിട്ട് വരിക. ഓനുള്ള ഭക്ഷണം എടുത്തു കൊടുക്കും. ഓൻ കഴിച്ചോ കഴിക്കാതെ എലി ഉച്ച കഴിച്ചതെന്ന് അറിയില്ല, ഓൻ കടന്നോ അല്ലേ വന്നോ എന്ന് അറിയില്ല. ഇതല്ല വീട്, ഇതല്ല വീട്. വീട്ടുകാർ മുഴുവനും ഒരുമിച്ചിരുന്ന് കൂടെയുടെ ഭക്ഷണം കഴിക്കണം. ഉമ്മയും അമ്മയും മക്കളും ഭാര്യയും ഭർത്താവും മക്കളും അവർ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കൽ പുണ്യമാണെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി. ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ ആ ഭക്ഷണത്തിലേക്ക് ബറക്കത്ത് ഇറങ്ങുമെന്ന് റസൂലുള്ളാഹി. സ്വഹാബികൾ വന്ന് പരാതി പറഞ്ഞില്ലേ, നബിയേ ഇന്നാ നഅകുലു വലാ നശ്ബഉ യാ റസൂലല്ലാഹ്, ഞങ്ങൾ തിന്നുന്നുണ്ട് നബിയേ, ഞങ്ങൾക്ക് വയറ് നിറയുന്നില്ല. ഞങ്ങൾ തിന്നുന്നുണ്ട് നബിയേ, ഞങ്ങൾക്ക് വയറ് നിറയുന്നില്ല. ഇന്നാ നഅകുലു വലാ നശ്ബഉ. പരാതിയാണ് നബിയേ, തിന്നുന്നുണ്ട് വയറ് നിറയുന്നില്ല. എത്ര നമ്മൾ കല്യാണത്തിന് തിന്നലല്ലേ? നാട്ടിലാകെ നടക്കുന്ന ഏർപ്പാട് വെള്ളപ്പായിട്ട് തിന്നാൻ നടക്കുകയാണ്. ആകെ കേട്ടത് കല്യാണ സൽക്കാരത്തിന് അടിച്ചു മാറും കൊളസ്ട്രോൾ വെറുതെ കിട്ടുന്നതാണെങ്കിൽ വെറുതെ കിട്ടുന്നതൊക്കെ അറബിയിൽ ഉറുദുവിൽ അങ്ങനെ പ്രോഗ്രാമുണ്ട്. കഥങ്ങൾക്ക് അറിയുന്നറിയില്ല. വെറുതെ കിട്ടുന്നതൊക്കെ പോന്നോട്ടെ. ആ പ്രോഗ്രാമിന്റെ അർത്ഥം അതാ. അതൊരു ഉസ്താദിനെ ഉണ്ടാക്കിയ കഥയാണ്. ലക്നൌവിലെ ഉസ്താദ് എന്നാ പറയാം. അവരെന്തായാലും പള്ളി കൊത്തുന്ന സാധനത്തുള്ള ഒരു കൊല്ലാക്കാരൻ ഉണ്ടാക്കിയ കഥയാണത്. ആപ്സെ ആയത്തോ ആനയത് കൊല്ലാക്ക് വീട്ടിലേക്ക് ചെന്നപ്പോ പെണ്ണിനോട് ചോദിച്ചു, പെണ്ണ് ഇതെന്താണ് കറി? ഉറുദുവിൽ നടന്നൊരു പ്രയോഗമാണ്. ഓള് പറഞ്ഞു, ഇത് ചിക്കൻ കറിയാണ്. മുറുകി അല്ല പെണ്ണെ, നമുക്ക് കോഴി ഒന്നുമില്ലെങ്കിൽ ഞാൻ കോഴി കൊണ്ടുവന്നിട്ടുണ്ടല്ലോ, എവിടുന്ന ചിക്കൻ കിട്ടിയത്? അതേ, നമ്മൾ അയൽപക്കത്തെ കോഴി കെട്ട് പാറി വന്നപ്പോ ഞാൻ പിടിച്ചു കറിയാക്കിയ. നിങ്ങൾക്ക് ഭക്ഷണം വേണമെങ്കിൽ നിങ്ങൾ കഴിക്കണ്ട. ഭക്ഷണം എനിക്ക് വേണം, പക്ഷെ എങ്ങനെ ഞാൻ കഴിക്കുക? ചിക്കൻ ഹറാമല്ല, ചിക്കനല്ലേ? അഞ്ചിന്റെ വീട്ടിൽ കോഴി പാറി കുറിച്ച് അർത്ഥം ഇന്നത് ഹലാലാവോ? അപ്പോൾ പറഞ്ഞു മിർച്ചി മസാല പാനി കോഴി മാത്രമേ പുറത്തുന്നത്, മസാല നമ്മൾ തന്നെയാണ്. എന്നാ പിന്നെ ആ ചപ്പാത്തിലേക്ക് കറി മാത്രം, വെള്ളക്കുള്ള കറി മാത്രം ഒഴിച്ചതാ, ചിക്കൻ വേണ്ട. ശരി പറഞ്ഞ് പെണ്ണ് കറി ഇങ്ങനെ ഒഴിച്ചു കൊടുക്കും. ഒരു ചിക്കൻ അപ്പൊ അവൾ എടുക്കാം. അപ്പൊ അവള് പറഞ്ഞു, ഞാൻ ഈ കോഴി മുറിക്കാൻ പോയതല്ല, കോഴി നല്ല ദാനങ്ങട്ട് വന്നതാണോ? അപ്പൊ വെറുതെ കിട്ടുന്ന പോന്നോട്ടെ. അങ്ങനെയാണ് ഈ പ്രയോഗം ഉണ്ടായെന്ന് പറയാറ്. വെറുതെ കിട്ടുന്നതൊക്കെ സ്വഹാബികൾക്ക് വളരെ വളർച്ച കഴിക്കുമായിരുന്നുണ്ടോ? വയറിന്റെ 1/3 ഭക്ഷണം, 1/3 ലിക്വിഡ്സ്, വെള്ളത്തിന് 1/3 നമുക്ക് വായുവിന് 1/3 ഒഴിച്ചിടണം, 1/3 വെള്ളത്തിന്, 1/3 ഭക്ഷണത്തിന്. ഏറ്റവും കൂടുതൽ ആവശ്യമാണ്. ഇങ്ങനെ തിന്നുന്ന സ്വഹാബികളാണ് നബിയോട് പറയുന്നത്, നബിയേ ഇന്നാ നഅകുലു വലാ നശ്ബഉ യാ റസൂലല്ലാഹ്, അങ്ങ് തിന്നുന്നുണ്ട് നബിയേ, ഞങ്ങൾക്ക് വയറ് നിറയുന്നില്ല. നബിയുടെ മറുപടി എന്താണെന്ന് അറിയോ? സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മറുപടി ചികിത്സ കൊടുക്കാൻ. കല്യാണത്തിന് വേണ്ടി 4 പ്ലേറ്റ് തിന്നിട്ട് എന്തിനില്ല, അവര് വയറ് നിറഞ്ഞില്ല. ഓരോട് ഒന്നുമില്ല, മോശമാണ് പറയുന്നത്. ഇവിടെ പേര് വയറ് നിറഞ്ഞില്ല. ഇതാണ് ഈ അസുഖം. കല്യാണം മാനം നിർത്താനെ കുറച്ച് കുറച്ചുകളെ കൊണ്ടായപ്പോയെ സാറിനുള്ള ചോറ് തിന്നിട്ട് വരുന്നൊരു ഭക്ഷണം ഇല്ലാത്ത ആ രീതി തിന്നാൻ പറ്റുന്ന പള്ളക്കാരൊക്കെ നാട്ടില് വിളിക്കാതെ കല്യാണത്തിന് പോകുന്നവരുണ്ടല്ലേ? ഒന്നല്ലൊക്കെ ഉണ്ടോ? ഹറാമായി ചോറ് വെച്ചിട്ട് ഇരിക്കണ്ടാവും. കല്യാണ മണ്ഡപമല്ലേ, ആരും ചോദിക്കൂലല്ലോ പോകാന്ന്. ആരെങ്കിലും ചോദിച്ചോ? എന്തെങ്കിലും കുടുംബബന്ധം ഉണ്ടാക്കിയ കുടുംബം പടച്ച റബ്ബേ, ഞാൻ ഇവിടെ വരുന്ന ആളെ ചോദിച്ചു ആരാണ് ഈ കുടുംബം, പിന്നെ ആ കല്യാണം മുടങ്ങും. ഇവിടെ വലിയ കാര്യം ചെന്നതാ, പിടിക്കപ്പെട്ടവർക്ക് കുടുംബമുണ്ടാക്കിയതാ, അത് വെച്ചിട്ട് പോകാൻ കളിക്കില്ല. ഇങ്ങനത്തെ ഫിത്തനക്കാരുണ്ടാവും. നമ്മളെ വിളിക്കാത്തടത്ത് പോകാൻ പാടില്ല. വലിയ സഹോദരന്മാരെ, നമ്മളെ വിളിക്കാത്ത കല്യാണത്തിന്റെ ചോറ് പോയി തിന്നുകൂടാ.
പഠിക്കണ കാലത്ത് കോളേജ് പഠിക്കുമ്പോൾ നല്ല വിശപ്പുണ്ടാവും, ബൈക്കിൽ എണ്ണയുണ്ടാവും, എന്ന ഹോട്ടലിൽ പോയി തിന്നാ പോരെ. അതുപോലെ നേരെ ചെന്ന് വിളിക്കാത്ത കല്യാണത്തിൽ ഡീസന്റ് ആയിട്ട് എനിക്ക് തിന്നു പോരും, ഡീസന്റ് ആയിട്ട് ഇറങ്ങി പോരാ. അങ്ങനെയൊക്കെ തിന്ന വീരന്മാരൊക്കെ ഉണ്ടെങ്കിൽ അള്ളാഹുവിനോട് പൊറുക്കലിനെ ചൊല്ലിച്ച് മടങ്ങിക്കൊണ്ടിട്ടോ. സ്വന്തം ചോരയിലേക്ക് കുത്തിവെച്ചത് ഹറാമിന്റെ ഭക്ഷണമാണ്. വിളിക്കപ്പെട്ടാൽ ഉത്തരം ചെയ്യൽ സുന്നത്തും നിർബന്ധവുമാണ്. പോകൽ നിർബന്ധമാണ്. അങ്ങനെ വിളിച്ചിട്ടില്ലോ, ഇങ്ങനെ വിളിച്ചിട്ടില്ലോ എന്ന് പറയാൻ പാടില്ല. വിളിച്ചോ പോയേക്കണം. അത് വാട്സാപ്പ് മെസ്സേജ് വന്നാലും മതി, പോയേക്കണം. എനിക്ക് നിന്നെ വിളിച്ചിട്ട് ഔദ്യോഗിക കവറിൽ കെട്ടണമെന്നില്ല. അഹങ്കാരം എന്റെ കൽവിൽ അഹങ്കാരമുണ്ട്. വിളിച്ചാൽ വയ്ക്കോ, വിളിക്കാതെ പാടുണ്ടോ? എപ്പോ പോകാം? ഞാൻ പോയാൽ അയാൾക്ക് വിഷമുണ്ടാവില്ല, ഞാൻ ചെന്നാൽ സന്തോഷം ഉണ്ടാവുള്ളൂ. അങ്ങനെ ഉണ്ടാവും. കല്യാണ ലിസ്റ്റിൽ എല്ലാവരും വിളിച്ചു, എത്ര ലിസ്റ്റ് ഇട്ടാലും വളരെ വേണ്ടപ്പെട്ടവർ ഉണ്ടാവില്ല. അനുഭവങ്ങളില്ലേ? പിന്നെ മറ്റൊന്നും എന്നെ കല്യാണം അറിഞ്ഞിരുന്നുണ്ടോ, നിങ്ങൾ വിളിക്കാത്തോണ്ട് എന്നാ പിന്നെ ഈ ഓർമ്മയുള്ള ആൾക്ക് എന്നാ പോരായിരുന്നു, അതിന്റെ സന്തോഷം ഉണ്ടാവുള്ളൂ. എന്നിട്ട് ഇയാളെ മോഹർപ്പിച്ച് നടക്കാനുള്ള കാലം ഒരിക്കലും പിന്നെ മോഹർപ്പിച്ച കല്യാണത്തിന് വെച്ച് മറന്നു പോകുന്ന സ്വാഭാവികല്ലേ. എന്റെ വീട്ടിലെ കല്യാണത്തിന് എനിക്കറിയാം, വളരെ സൂക്ഷ്മമായിട്ട് ഞാൻ വാപ്പിയൊക്കെ ഇതിന്റെ ലിസ്റ്റ് ഉണ്ടാക്കി. പിന്നെ 2-3 നാൾ കല്യാണം കഴിഞ്ഞപ്പോഴുള്ള പുലിക്കിന്റെ വളരെ വേണ്ടപ്പെട്ട ആൾക്കാർ മറന്നു പോയല്ലോ. സ്വാഭാവികമാണ്, കല്യാണത്തിന്റെ വേജാറൊക്കെ ഉണ്ടാവും. അങ്ങനെ പോകണമെന്നല്ലാതെ കോളേജ് കുട്ടികളുടെ കാര്യമായിട്ട് കല്യാണ മണ്ഡപത്തിൽ കയറി തിന്നുന്ന ചോറ് ഹലാലല്ലോ, ഹറാമന്റെ ചോറാണ്. അങ്ങനെ പഠിച്ചിട്ട് കാര്യം ഉണ്ടാവില്ല. പൊരുത്തപ്പിടിച്ചിട്ട് ഇപ്പൊ എങ്ങനെ പൊരുത്തപ്പിടിക്കല്ലേ? എല്ലാവരും ചോദിച്ചു, ഞാൻ കല്യാണം ആരുതാണ് പോലും അറിയില്ല. മണ്ഡപത്തിൽ അങ്ങനെ കുഴപ്പമുണ്ട്. ആരാ കല്യാണത്തിന്റെ പാർട്ടിക്കാർക്ക് വരെ അറിയില്ല. ചോദിച്ചിട്ട് പോരാന്നല്ലാതെ എവിടെ പോയിട്ട് പൊരുത്തപ്പിടിക്കുക? ആലോചിച്ചു. മറുപടി പറയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരുമിച്ച് നിങ്ങൾ ഭക്ഷണം കഴിക്കുക. നിങ്ങൾ വയറ് നിറച്ച് തിന്നുന്നവരല്ല, പക്ഷേ ആ ഭക്ഷണത്തിൽ തന്നെ അല്ലാഹു നിങ്ങൾക്ക് ബറക്കത്ത് തരും. കുലൂ ജമീഅൻ, നിങ്ങൾ ഒരുമിച്ച് ഭക്ഷണം കഴിക്കണം, ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക. ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മില്ല ചൊല്ലണേ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വകുലൂ ബിൽ യമീനി, വലത് കൈ കൊണ്ട് തിന്നണേ. ബിസ്മില്ല ചൊല്ലി വലത് കൈ കൊണ്ട് ഭക്ഷണം കഴിക്കണേ. അത് ബർഗർ കഴിക്കുകയാണെങ്കിലും സാൻഡ്വിച്ച് കഴിക്കുകയാണെങ്കിലും പെപ്സിയോ കോളയോ കുടിച്ചോ ഇടത് കൈ കൊണ്ട് കുടിക്കല്ലേ, ഇടത് കൈ കൊണ്ട് തിന്നല്ലേ, വലത് കൈ കൊണ്ട്. ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ ബിസ്മില്ല ചൊല്ലണം. കഴിച്ചു കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ്, നിനക്ക് സ്തുതിയല്ലേ അല്ലാഹുവേ,